ചേട്ടാ എനിക്കൊരു കപ്പ് കിട്ടാ. ചേട്ടാ ഒരു പൊറോട്ടയും ബീഫ്. ചേട്ടാ ഒരു മലബാറി ചിക്കൻ ഫ്രൈ. ചേട്ടാ ഒരു മട്ടൺ റോഗൻ ഗോഷ്. മട്ടൻ കൂടാ. എന്നൊരു പ്രോൺസ് റോസ്റ്റ് കൂടി. ചേട്ടാ മന്തി. ഗിഫ്റ്റോ? ഒരു ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. The Salt Restaurant, പൂപ്പുംപടി, പനമ്പിള്ളി നഗർ ആൻഡ് കാക്കനാട്. കൊച്ചി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി പ്രസ് ക്ലബ് അംഗമായിരുന്ന ആർ സെൽവരാജിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചി പ്രസ് ക്ലബ് മെമ്പറായിരുന്ന അന്തരിച്ച ആർ ഷെൽവരാജിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് KB സലാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK റോഷൻകുമാർ സ്വാഗതം ആശംസിച്ചു. മാധ്യമപ്രവർത്തകരായ സേവർ രാജു, അസീം ഹംസ, അഭിലാഷ് തോപ്പിൽ, CS ഷിജു, സ്മിത ബഷീർ, ഇന്ദു ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു മേഖലയായാലും സെൽവരാജിന്റെ കാര്യത്തിന്റെ അത് വൻകിട പത്രങ്ങളായപ്പോലും എന്നിട്ടും ശരിക്കും മറ്റുള്ളവരോട് ഇച്ചിരി സംസാരിച്ച് കാണിക്കുമ്പോഴും ഞാൻ സേവരേട്ടൻ്റെ അവിടെ പോകുമ്പോൾ സാറേന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നമ്മളില്ല കേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നില്ല. അവരില്ല എൻ്റെ ചീപ്പാർക്കെന്ന് പറയും. അങ്ങനെയാണ് ദീപികയിൽ സേവരാജുണ്ടായ കാര്യങ്ങളെന്ന് ഞാൻ അറിയുന്നത്. നമ്മളൊക്കെ അവിടെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വീട് കണ്ടപ്പോഴാണ് നമ്മൾ അവസ്ഥ മനസ്സിലാക്കുക. കാരണം സെൽവരാജ് ശരിക്കും ബൈക്ക് തമിഴന്മാരൊരു ബൈക്ക് കൊണ്ട് കച്ചവടമായിട്ട് വന്നതാണ്. സാധാരണ പുതിയ ലേഖനത്തിലും മറ്റു ലേഖനത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് 100% എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതി. നല്ല കാര്യങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വാർത്തകളെല്ലാം ചെയ്യുക. ഞാനിപ്പോൾ ഫോട്ടോ ചെയ്ത് കൊടുക്കുമ്പോൾ കൊട്ടാഞ്ചേരി എടുത്ത് കൊടുത്താലും പുള്ളിക്ക് അതിൻ്റെ പരിധിയില്ല. അത് കൊടുത്തോ എന്നേ പറയുള്ളൂ. എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് പിന്തുണക്കുന്ന ഒരു രീതി. വളരെ ദീർഘകാലത്തെ ഒരു ബന്ധമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഒരു 30 വർഷത്തിലേറെ മുന്നേ സെൽവരാജുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം ഞാൻ ദീപികയിൽ കൊച്ചിയിൽ റിപ്പോർട്ടറായിട്ടിരിക്കുന്ന സമയത്ത് ദീപികയുടെ മട്ടാഞ്ചേരിയിലെ റിപ്പോർട്ടറായിരുന്നു സെൽവരാജ്. അന്നു മുതൽ വളരെ അടുത്ത സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.